ബംഗാളിൽ ഇന്നലെ ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായ NIA ഉദ്യോഗസ്ഥർക്കെതിരെ പീഡന കേസ് രജിസ്റ്റർ ചെയ്ത് ബംഗാൾ പോലീസ്. ഭൂപതി നഗർ സ്ഫോടന കേസിൽ അറസ്റ്റിലായ TMC നേതാവ് മനോബ്രത ജനയുടെ കുടുംബത്തിന്റെ പരാതിയിലാണ് നടപടി. മനോബ്രതയെ പിടികൂടാനെത്തിയ NIA ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ആക്രമണം ഉണ്ടായത്. ബൽറാം നെടുങ്ങാടി നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. ബൽറാം, ഇതിലൊരു ട്വിസ്റ്റാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. NIA ഉദ്യോഗസ്ഥർക്കെതിരെ എന്താണ് ഇങ്ങനെയൊരു കേസ്, പീഡന കേസ് രജിസ്റ്റർ ചെയ്യാൻ കാരണം? എന്താണ് പരാതി? പ്രജിൻ, ഇക്കാര്യത്തിൽ ഈ NIA സംഘം എത്തിയത് ഭൂപതി നഗർ സ്ഫോടന കേസിലെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുന്നതിനാണ്. മനോബ്രത ജന അടക്കമുള്ള രണ്ടുപേരെയാണ് ഈ NIA സംഘം അറസ്റ്റ് ചെയ്തത്. ഇതിനിടെയാണ് ആൾക്കൂട്ടം ആക്രമണം ഉണ്ടാവുകയും മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ ആൾക്കൂട്ട ആക്രമണത്തെ ന്യായീകരിച്ച് രംഗത്തെത്തുകയും ചെയ്തത്. പോലീസിന്റെ സഹായം തേടിയില്ല എന്നും പോലീസിനെ അറിയിച്ചില്ല എന്നും അർദ്ധരാത്രി NIA സംഘം എത്തി എന്നതടക്കമുള്ള ന്യായീകരണങ്ങളാണ് മുഖ്യമന്ത്രി നടത്തിയത്. ഇതിന് പിന്നാലെയാണ് ഈ മനോബ്രത ജനയുടെ കുടുംബത്തിന്റെ പരാതിയിൽ NIA സംഘത്തിന് നേരെ, NIAയിലെ ഈ പരിശോധനയ്ക്ക് എത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ പീഡനമടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് കേസ് എടുത്തിരിക്കുന്നത്. ഈ അറസ്റ്റിലായ തൃണമൂൽ നേതാവിന്റെ കുടുംബാംഗങ്ങൾ, സ്ത്രീകളടക്കമുള്ള കുടുംബാംഗങ്ങളാണ് പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ആക്രമണത്തിന് പിന്നാലെ NIA സംഘം ഈ ഭൂപതി നഗർ പോലീസ് സ്റ്റേഷനിൽ ഔദ്യോഗികമായി തന്നെ പരാതി നൽകിയിരുന്നു. ഈ കേസിലും തൃണമൂൽ നേതാക്കൾക്ക് എതിരായി പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. നിലവിൽ സമാനമായി തന്നെ നേരത്തെ സന്ദേശ് ഖാലിയിൽ ഷാജഹാൻ ഷെയ്ഖിന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഘട്ടത്തിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘത്തിന് നേരെ ആൾക്കൂട്ട ആക്രമണം ഉണ്ടാവുകയും അവർ പരാതി നൽകിയ ഘട്ടത്തിൽ തിരിച്ച് ഈ നാട്ടുകാരുടെ പരാതിയിൽ ED ഉദ്യോഗസ്ഥർക്കെതിരെയും ബംഗാൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. തുടർന്ന് കൽക്കത്ത ഹൈക്കോടതിയിൽ നിന്നും കടുത്ത വിമർശനങ്ങൾ ബംഗാൾ പോലീസിനെതിരെ ആ ആൾക്കൂട്ട ആക്രമണത്തിലും തുടർന്നുണ്ടായ നടപടികളിലും ഉണ്ടായിരുന്നു. സമാനമായ ഒരു നീക്കം തന്നെയാണ് ഈ ഭൂപതി നഗർ സ്ഫോടന കേസ് അന്വേഷിക്കാൻ എത്തിയ NIA ഉദ്യോഗസ്ഥർക്ക് നേരെയും ഇപ്പോൾ ബംഗാൾ പോലീസ് നടത്തിയിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.